ശബരിമലയിൽ ഫ്ലൈഓവർ ഒഴിവാക്കി ഭക്തർക്ക് ദർശനം സാധ്യമാക്കും. കൊടിമര ചുവട്ടിലൂടെ നടന്ന് നേരിട്ട് ദർശിക്കാൻ സൗകര്യമൊരുക്കുക. പുതിയ രീതി നടപ്പിലാക്കുമ്പോൾ 20 മുതൽ 25 സെക്കൻഡ് വരെ ദർശനം സാധ്യമാകും. അടുത്ത മാസ പൂജയ്ക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ശേഷം മണ്ഡലതലത്തിൽ സ്ഥിരരീതിയാക്കും. ശബരിമല ദർശനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ കയറാതെ നേരിട്ട് ശ്രീകോവിലിനടുത്തെത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം. കൊടിമരത്തിനും ബലിക്കൽ പുരയ്ക്കും ഇരുവശങ്ങളിലൂടെ എത്തി ദർശനം നടത്താം. ഞങ്ങളൊന്ന് ട്രയൽ നടത്താം എന്ന് തീരുമാനിച്ചത്. 18ാം പടി കയറി നേരെ ബലിക്കലിന് ഇരുവശത്തും ഒരു വഴിയുണ്ട്. ഇപ്പോൾ തന്നെ ആൾറെഡി ഉണ്ട്. അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക. നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഒരു ഭണ്ഡാര രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തു കൂടിയും വലതുവശത്തു കൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. നിലവിലൊരു ഭക്തന് 5 സെക്കൻഡ് സമയമാണ് ദർശനത്തിന് ലഭിക്കുന്നതെങ്കിൽ പുതിയ ക്രമീകരണത്തോടെ ഇത് 20 മുതൽ 30 സെക്കൻഡ് വരെയായി ഉയരും. ഏതാണ്ട് ഒരു 20 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മാസം മാർച്ച് 14 നട തുറക്കുമ്പോൾ മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നത് മാർച്ച് 14 ആ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കും. അടുത്ത മാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ പുതിയ ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. വിജയിച്ചാൽ ഈ രീതി തുടരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.